പോരെ. അങ്ങനെ പറ. അവൾ എന്താ ചെയ്തത്? മണിയർ ഒരുക്കി കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. എന്നിട്ട് മേഡം പാലുമായിട്ട് റൂമിൽ വന്നു. വരണമല്ലോ, പറയടാ, ദാഹടിപ്പിക്കാതെ പറയടാ. അപ്പോഴല്ലേ കറണ്ട് പോയത്. ഷോ, കറണ്ട് പോയതല്ല, കളഞ്ഞു. അമ്മായിയുടെ മോള് താ നിൽക്കുന്ന കണ്ടില്ലേ? അവളങ്ങനെ ചെയ്യും മരുവനെ. കാല് മുതൽ നെറുകന്തല വരെ കുശുമ്പും സ്വാർത്ഥതയുമാ. എന്റെ മോള് ഇവിടെ ഒന്ന് കയറിയതേ അവക്ക് ദഹിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിനക്ക് ആദ്യ രാത്രി എൻജോയ് ചെയ്യാൻ പറ്റൂടാ? നാണോ ഇല്ലേ നിങ്ങക്ക്? ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിച്ചോളും. ആ വിശ്വാസം കാണിച്ചാലല്ലേ മോന്ത കള്ളുടിക്കാൻ കാശ് കിട്ടുള്ളൂ. നിങ്ങളെ കാണുമ്പോ മാത്രല്ല, ഓർമ്മ വരുമ്പോ പോലും അറപ്പും വെറുപ്പും തോന്നുക. കല്ലുമോളുടെ ജീവൻ വെച്ച് അവള് വിലപേശിയത്. കല്ലുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലേ? നന്ദി കെട്ടവൻ. ജീവിതത്തിന്റെ സ്ഥാനം നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റ് ജന്മം. മരുവനെ, ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾക്കുള്ളതാ, നിങ്ങൾക്ക് മാത്രം എൻജോയ് ചെയ്യണ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുളിച്ച് റെഡിയായി വരാം. ചെല്ലി, പെട്ടെന്ന് വാ. പോ, ചെല്ലി, പോവാടാ. പോ, അങ്ങോട്ട് പോ. പോട്ടെന്ന് വാ. വീട്ടിലേക്ക് വിരുന്നിന് പോയ ശ്രേയ എന്നെ എന്തിനാ വിളിക്കുന്നേ? അടുത്ത കൊനിഷ്ടുണ്ടാക്കാനുള്ള പ്ലാനാണോ? ഹലോ ചാരു, സ്വന്തം വീട്ടിലേക്ക് പോയ ശ്രേയ തിരിച്ച് ആയിരപ്പറയിലേക്ക് വരരുതെന്ന് ഭഗവാന് വഴിപാട് നേർന്ന് പൂജാമുറിയിലെ പ്രാർത്ഥനയിലാണോ? അതൊക്കെ നിന്റെ ശീലങ്ങളായിരിക്കും, എനിക്കതിന്റെ ആവശ്യമില്ല. നീ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല മനസ്സോടെ തിരിച്ചു വരണമെന്ന എന്റെ പ്രാർത്ഥന. അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. ഞാൻ വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ എവിടെ ഉള്ളേന്ന് നിനക്കറിയോ? അറിയാം, നിന്റെ വീട്ടിലല്ലേ? അല്ല ചാരു, പിന്നെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോയതല്ലേ? വിരുന്നിന് പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതെന്റെ വീട്ടിലേക്കല്ല. എന്നെ എവിടേക്കായിരിക്കുന്നാവും നീ ഇപ്പൊ ആലോചിക്കുന്നത്? ഉത്തരം ഞാൻ തരാം. സോറി, അറിയാതെ ബ്രേസ്ലെറ്റ് കൈ ഒടുങ്ങി പോയതാ. അല്ല, സാരി ഒടുങ്ങി പോയതാ. സോറി സോറി. മോളെ മേഡം, മോളുടെ വീട്ടിലെ വിരുന്ന് കഴിഞ്ഞ് കരയോം പ്രസിഡന്റേയും സെക്രട്ടറിയുടെയും മറ്റു ബന്ധുക്കളുടെയും വീട്ടിൽ വിരുന്നിന് പോകണം. ഞാൻ എല്ലാരെയും വിളിച്ചറിയിക്കാം. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ പൊക്കോ. അത് ശരി. ഇപ്പൊ നമ്മളെല്ലാരും എവിടെ പോകുന്നാ കരുതിയത്? നമ്മുടെ വീട്ടിലേക്ക്. അല്ല മമ്മി, നമ്മൾ പോകുന്നത് ശാന്തപ്പനച്ഛന്റെ വീട്ടിലേക്കാ.